നമസ്കാരം. യുഎസ് മാർക്കറ്റുകളെല്ലാം വെള്ളിയാഴ്ച നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.2%, എസ്&പി 500 0.64%, നാസ്ഡാക്ക് 1.64% മൈനസിലാണ് ക്ലോസ് ചെയ്തത്. യുഎസ് അപ്പീൽ കോടതി ട്രംപ് മറ്റ് രാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുന്നതിന് എതിരെ ഒരു വിധി വന്നിട്ടുണ്ട്. ഒക്ടോബർ 14 വരെ ട്രംപിന് സുപ്രീം കോടതി അല്ലെങ്കിൽ മറ്റു രീതിയിൽ അതിന് അപ്പീൽ പോകാവുന്നതാണ്. മിക്കവാറും അപ്പീൽ പോകുമ്പോൾ ട്രംപിന് അനുകൂലമായിട്ട് വിധി വരുമെന്നാണ് അമേരിക്കയിലെ അനലിസ്റ്റുകളെല്ലാം പറയുന്നത്. പ്രധാനപ്പെട്ട കാരണം റിപ്പബ്ലിക്കൻസിലെ സ്വാധീനമുള്ള ജഡ്ജിമാരാണ് സുപ്രീം കോടതിയിലുള്ളത്. ഇപ്പോൾ വിധി വന്നത് ഡെമോക്രാറ്റിക് നിയമിച്ച ജഡ്ജിമാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ വിധി വന്നതെന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ട്രംപിന്റെ ഈ താരിഫ് ഏർപ്പെടുത്തുന്നതിനെതിരെയുള്ള ഒരു അമേരിക്കൻ ശബ്ദമായിട്ട് വേണം നമുക്ക് ഇത് കണക്കാക്കാം. രണ്ടാമത്തെ വാർത്ത, അമേരിക്കയിൽ ഇൻഫ്ലേഷൻ കൂടുന്നു എന്നുള്ള വാർത്തയാണ് വീണ്ടും വന്നത്. 2.9% ആണ് വന്നത്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു എന്ന ഡേറ്റയുണ്ട്. ഇത് ഏതായാലും വരുന്ന മാസങ്ങളിൽ റേറ്റ് കട്ട് ഏതാണ്ട് വരുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് അത്തരത്തിലുള്ള റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു ന്യൂസ് വന്നിരിക്കുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി മിക്ക രാജ്യങ്ങളിലും, അതായത് ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലും വിസിറ്റ് നടത്തുകയും റഷ്യൻ പ്രസിഡന്റിനെ കാണുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ താരിഫിനെതിരെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഇന്ത്യയുടെ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് അമേരിക്ക നഷ്ടമാകുന്ന മാർക്കറ്റുകൾക്ക്, അമേരിക്കയിലെ നഷ്ടമാകുന്ന മാർക്കറ്റുകൾക്ക് പകരം ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇതൊന്ന് പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഡേറ്റ, ഇന്ത്യയുടെ GDP ഡേറ്റ പുറത്തു വന്നു. 7.8% ആണ് വന്നത്. 6.5 6.7% ആണ് മിക്കവരും ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇത് 7.8 എന്ന് പറയുന്നത് വളരെ നല്ലൊരു GDP ഡേറ്റയാണ് വന്നിരിക്കുന്നത്. മറ്റൊന്ന് റിലയൻസിന്റെ AGM ആണ്. റിലയൻസ് AGMനെ പറ്റിയുള്ള വാർത്തകളാണ് വെള്ളിയാഴ്ച പുറത്തു വന്നത്. പക്ഷേ മാർക്കറ്റിനെ കാര്യമായി AGMൽ നിന്നും ഒരു പോസിറ്റീവ് രീതിയിലൊന്നും ഉൾക്കൊണ്ടിട്ടില്ല. പക്ഷേ വാർത്തകളെല്ലാം പോസിറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ പോലും ഇന്ത്യൻ മാർക്കറ്റ് അതിനെ നെഗറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. അതായത് സെന്റിമെന്റ്സ് ബെയറിഷും ന്യൂസുകൾ ബുള്ളിഷും ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ FIs ഇപ്പോഴും ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. റോൾ ഓവർ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ക്ലയന്റ് ബുള്ളിഷ് ആയിട്ടാണ് നിലവിൽ നിൽക്കുന്നത്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ ഓട്ടോ സെയിൽസിനെ പറ്റിയുള്ള ഡേറ്റയാണ്. അതുപോലെ മിക്ക രാജ്യങ്ങളിലെ PMI ഡേറ്റ വരുന്നുണ്ട്. ചൈനീസ് PMI, ഇന്ത്യയിലെ PMI, UK, ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ എന്നിവ രാജ്യങ്ങളിലെല്ലാം PMI ഡേറ്റ ഇന്ന് വരുന്നുണ്ട്. US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവധിയാണ്. ചൈനീസ് മാർക്കറ്റുകളിൽ ഇൻഡെക്സുകൾ 3 വർഷവും 10 വർഷവുമായിട്ടുള്ള ഹൈ കട്ട് ചെയ്ത് പോകുന്നുണ്ട്, രണ്ട് ഇൻഡെക്സുകളും. അപ്പോൾ ഇത് അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് വരുന്ന ചിപ്പുകൾ, ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചിപ്പുകൾ ചൈന നിരസിച്ചതിനെ തുടർന്ന് ഈ IT കമ്പനികളിലും അതുപോലെ തന്നെ ചിപ്പ് മേക്കിംഗ് കമ്പനികളിലും ഉണ്ടായ ഒരു മുന്നേറ്റമാണ് വീണ്ടും ചൈനീസ് ഇൻഡെക്സുകളെ നയിക്കുന്നത്. NVIDIയയുടെ ചിപ്പ് അല്ല ഇപ്പോൾ ചൈനീസ് കമ്പനികൾ ഉപയോഗിക്കുന്നത്. ചൈനയുടെ സ്വന്തം പ്രോഡക്റ്റുകളാണ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത്. മറ്റൊരു വാർത്ത, സെൻട്രൽ ബാങ്കുകൾ കൂടുതൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഗോൾഡിന്റെ പ്രൈസ് ഇപ്പോൾ നന്നായിട്ട് കയറുന്നത് നമുക്ക് കാണാം. ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും അതുപോലെ തന്നെ ഈ അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നതും ഗോൾഡിനെ വീണ്ടും ബുള്ളിഷ് ആക്കുന്നു. അതുപോലെ സിൽവറും ബുള്ളിഷ് ആണ്. റഷ്യയും കൂടുതൽ സിൽവർ ബൈ ചെയ്യുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ട്. അമേരിക്കയെ വീണ്ടും ക്രിട്ടിക്കൽ മിനറൽസിനകത്ത് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മെറ്റൽസിനകത്ത് സിൽവറിനെ ഉൾപ്പെടുത്തുന്നു എന്നുള്ള ഒരു വാർത്തയുണ്ട്. അതുപോലെ കോട്ടൺ ഇൻപുട്ടിന്റെ ഡ്യൂട്ടി സീറോ ആക്കിയത് ഡിസംബർ വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ടാരിഫ് റിലേറ്റഡ് ഇഷ്യൂസിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് കൂടുതലും പോസിറ്റീവ് ന്യൂസുകളാണ് ഇപ്പോൾ വരുന്നത്. അതുപോലെ GNX നിഫ്റ്റി ഏതാണ്ട് 60ഓളം പോയിന്റ് മാത്രമാണ് ഇപ്പോൾ പ്ലസിൽ നിൽക്കുന്നത്. ഇത് സസ്റ്റെയിൻ